ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന നിവിനോട് അച്ഛൻ പറയുകയാണ്, ആരെ കാണിക്കാനാടാ നിന്റെ ഈ പൂങ്കണ്ണീര്? എൻ്റെ രാജിക്ക് എന്തെങ്കിലും സംഭവിച്ച നിന്നോട് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല. അവളില്ലാത്ത ഈ ലോകത്ത് ഞാനും കാണില്ല. നിനക്ക് നിന്റെ അച്ഛനെയും അമ്മയും ഒരുമിച്ച് നഷ്ടപ്പെടും. പിന്നെ നിനക്ക് നിന്റെ ദേഷ്യം തീർക്കാനും വേദനിപ്പിക്കാനും ഞങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയാം. അപ്പൊ ശബ്ദം ഉയർത്തി അളിയൻ സംസാരിക്കുന്ന കാണുന്ന ജയബാലൻ പറയും, അളിയ ഇതൊരു ആശുപത്രിയാണെന്നുള്ള ബോധം ഇല്ലേ നിങ്ങൾക്ക്? ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവൻ എന്തിനാ വേദനിപ്പിക്കുന്നത്? അവൻ ഇപ്പൊ തന്നെ തകർന്ന് നിൽക്കല്ലേ, നാളെ മണ്ഡപത്തിൽ അവൻ ഉണ്ടാകും എന്ന് ജയബാലൻ പറയാണ്. അപ്പൊ പ്രവീണ പറയും, എങ്ങനെ പറയാതിരിക്കും പ്രവീണ, ജയബാലേട്ടാ, ഇന്ന് എത്ര സന്തോഷത്തോടെ ഇരു വീട്ടുകാരും നിൽക്കേണ്ട സമയമാ. നാളെയാ കല്യാണം, ഇന്ന് കല്യാണത്തലേന്നാ. എത്ര സന്തോഷത്തോടെ നമ്മുടെ മകൾ അവിടെ ഒരുങ്ങി നിൽക്കുന്നത്. അവൾക്ക് ഇതൊക്കെ അറിയുമ്പോൾ എന്തുമാത്രം വേദന ഉണ്ടാകും. നാട്ടുകാരോ വീട്ടുകാരോ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഇതു മതി, എന്തൊക്കെ പറഞ്ഞുണ്ടാക്കും. നിവിൻ്റെ പ്രവൃത്തി കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എത്രമാത്രം മാനസിക വേദന ഉണ്ടായിട്ടാ രാജി ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന് എന്താ ജയബാലേട്ടൻ ചിന്തിക്കാത്തത് എന്നൊക്കെ ചോദിക്കണം. ദേ പ്രവീണെ, നീയും തുടങ്ങിയോ? അവൻ എന്തേലും പറഞ്ഞു കാണും. രാജിയാണെങ്കിൽ ഉറക്ക ഗുളിക എടുത്ത് കഴിക്കുകയും ചെയ്തു. ഒരു കുഴപ്പമില്ല, നീ വെറുതെ പ്രശ്നം രൂക്ഷമാക്കല്ലേ എന്ന് പറയാം. പെട്ടെന്നൊരു നേഴ്സ് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷയോട് കൂടി എല്ലാവരും നേഴ്സിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ സത്യം ചോദിക്കും, രാജേശ്വരിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാം. ആള് ഇപ്പം സേഫാ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയണ. ബോധം വീണിട്ടുണ്ട്, ഒരാൾക്ക് കയറി കാണാം എന്ന് പറയാം. അതെയോ, ഒരാൾക്കേ കാണത്തുള്ളോ എന്നപ്പോൾ പ്രവീണ ചോദിക്കും. അതെ, നിവിനാരാ? നിവിനെ കാണണമെന്നാ മേഡം പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാം. അപ്പം നിവിനാണെങ്കിൽ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പം പെട്ടെന്ന് നിവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, എടാ, എൻ്റെ രാജിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇനി നീ എന്തെങ്കിലും സംസാരിച്ചാൽ നിവിനെ ഞാൻ നിന്നോട് ക്ഷമിക്കില്ല എന്ന് തീർത്ത് പറയാണ്. പക്ഷെ കരഞ്ഞു തളർന്ന നമ്മുടെ നിവിനാണെങ്കിൽ രാജേശ്വരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ കടുത്ത തീരുമാനമൊക്കെ എടുത്തത്? ഉറക്ക ഗുളിക എടുത്ത് കഴിക്കുക. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തോടെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് അമ്മയ്ക്ക് ചിന്തിച്ചോ എന്നൊക്കെ പറഞ്ഞ് നിവിൻ കരയാണ് കേട്ടോ. അത് കാണുന്ന രാജേശ്വരി പറയും, ഈ ലോകത്തിൽ വെച്ച് എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് അത് നീയായിരുന്നു. ഒരുത്തി എന്നെ വെല്ലുവിളിച്ചു, എന്നെക്കാളും വലിയ ബിസിനസ്സുകാരിയാകുമെന്ന്. എൻ്റെ ടീക്കപ്പ് റിസോർട്ടിനേക്കാൾ വലിയ റിസോർട്ട് പണിത് അവൾ ഈ നാട്ടിലെ തന്നെ വലിയ പ്രശസ്തയാവുമെന്ന്. പക്ഷെ അവളാ വെല്ലുവിളിച്ചതൊന്നും എനിക്ക് രോമത്തിൽ പോലും ഏശിയിട്ടില്ല. കാരണം ഒരിക്കലും അവൾക്ക് ബിസിനസ്സിൽ ഒന്നും ആകാൻ പറ്റില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ നിധി ആ കോൺക്രീറ്റും സിമെന്റും വെച്ച് പണിത ആ കെട്ടിടമൊന്നുമല്ല, എൻ്റെ മകനായിരുന്നു. എൻ്റെ യൗവനം മുഴുവനും ഞാൻ അലഞ്ഞത് എൻ്റെ മകന് വേണ്ടിയായിരുന്നു. അവന് നല്ലൊരു ജീവിതം ഉണ്ടാക്കാനായിട്ട്. അവന് ജോലി ഒന്നുമില്ലെങ്കിലും 3 തലമുറയ്ക്ക് ഉണ്ടുറങ്ങി സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ളത് ഉണ്ടാക്കി വെക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. എൻ്റെ ഏക മകൻ്റെ സമാധാനവും സന്തോഷവും മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അവന് നല്ല വാഹനങ്ങൾ മേടിക്കാൻ, അവനെ നല്ല സ്കൂളിൽ ചേർക്കാനായിട്ട് ഞാനും സത്യേട്ടനും 2 ധ്രുവങ്ങളിൽ നിന്ന് കഷ്ടപ്പെട്ടു. ഞങ്ങളുടെ 2 പേരുടെ യൗവനം അവസാനിപ്പിച്ചു. പക്ഷെ അപ്പോഴും ഞങ്ങൾ കരുതിയില്ല, ഞങ്ങൾ പൊന്നുപോലെ വളർത്തിയ ഞങ്ങളുടെ പൊന്നുമോൻ അവൻ ഞങ്ങളെ തോൽപ്പിച്ച് കളയുമെന്ന്. ഇന്ന് ആ കാവേരി, അവളുടെ മുന്നിൽ ഞാൻ തോറ്റുപോയില്ലേ. എൻ്റെ ഏറ്റവും വലിയ നിധിയായ നിവിൻ മകൻ, അത് ആരുടെ കയ്യിലാ? അവളുടെ കയ്യിലല്ലേ. അവളൊന്ന് വിരലൊടിച്ചാൽ ആ പിന്നാലെ പോകുന്നവനായി മാറിയില്ലേ. അങ്ങനെയുള്ളപ്പം ഇനി ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നത്? എൻ്റെ സ്വന്തം മകനെ തന്നെ അവൾ വല വീശി പിടിച്ച് എന്നെ തകർത്തു കളഞ്ഞു. അവളുടെ മുന്നിൽ തോറ്റവളായിട്ട് ഈ രാജേശ്വരിക്ക് ജീവിച്ചിരിക്കണ്ട എന്ന് പറയണം. അമ്മ എന്തൊക്കെയാ അമ്മ ഈ വിളിച്ചു പറയുന്നത്? കാവേരി അമ്മനെ തോൽപ്പിച്ചെന്നോ? അമ്മയ്ക്കറിയാവോ, അവൾക്ക് എന്നോടൊരു സൗഹൃദം മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രണയം ഞാൻ അവളോട് തുറന്നു പറഞ്ഞിട്ടും അവൾ എന്നോട് പറഞ്ഞു, നിവിനെ ഒരു സുഹൃത്തായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളെന്ന്. പിന്നെ അവൾ എങ്ങനെയാ അമ്മയെ തകർത്ത് കളഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. വേണ്ട, പക്ഷെ നീ അവളുടെ പിന്നാലെ പോയില്ലേ, അത് തന്നെ അവൾ എന്നെ തോൽപ്പിച്ചതിന് തുല്യമാ. ഇനി ഒരിക്കൽ കൂടി അവൾ എൻ്റെ മുന്നിൽ വന്ന് വെല്ലുവിളിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? നിങ്ങളുടെ മകൻ പോലും നിങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ തല കുനിച്ച് നിൽക്കേണ്ടി വരില്ലേ? ഈ രാജേശ്വരി ഇന്ന് വരെയും ആരുടെ മുന്നിലും തോറ്റു കൊടുത്തിട്ടില്ല. പക്ഷെ അവളുടെ മുന്നിൽ തോറ്റു ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ടാ ഞാൻ മരിച്ചേക്കാമെന്ന് കരുതിയത്. എൻ്റെ മകൻ തന്നെ എന്നോട് എതിർത്ത് സംസാരിച്ചു. രാജേശ്വരി തോൽപ്പിക്കാൻ അവൾക്ക് കൂട്ടു നിൽക്കുമ്പം പിന്നെ ഞാൻ ആരൊക്കെ വേണ്ടിയാ ജീവിക്കേണ്ടത്? നീ ആയിരുന്നില്ലേ എടാ എന്നെ ജയിപ്പിക്കേണ്ടത്? കാവേരി ഓരോന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുമ്പം എൻ്റെ അമ്മയ്ക്കെതിരെ സംസാരിക്കാൻ നീ ആരാടി എന്ന് ചോദിച്ച് മുന്നിൽ ഇറങ്ങേണ്ടിയിരുന്നത് നീ ആയിരുന്നില്ലേ? പക്ഷെ നീ എന്താ ചെയ്തത്? അവളോടൊരു സൗഹൃദം സ്ഥാപിച്ച് അവൾക്ക് നിന്റെ ഹൃദയത്തിൽ തന്നെ സ്ഥാനം കൊടുത്തു എന്ന് പറയാം. ഇപ്പോഴും അവൾക്ക് നിന്നോട് സ്നേഹമില്ലെന്ന് നീ പറയുന്നത് സത്യമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നാളെ ഞാൻ ആ കല്യാണ മണ്ഡപത്തിൽ ഈ വിളിച്ചു ചേർത്ത നാട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെട്ട്
തോറ്റ് തുന്നം പാടിയവളായി ഈ രാജേശ്വരി ഉണ്ടാകില്ല എന്ന് തീർത്തു പറയാം. അമ്മ എന്തൊക്കെയായി വിളിച്ച് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. നീ നാളെ കല്യാണ മണ്ഡപത്തിൽ രാഗിണിയെ കല്യാണം കഴിച്ചാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. അമ്മയ്ക്ക് വാക്ക് തരാവോ എന്ന് ചോദിക്കുക. അമ്മ ഇവിടെ രാഗിണിയെ കല്യാണം കഴിക്കുന്നത് എന്താവശ്യമാണ് അമ്മ ഉള്ളത് എന്ന് ചോദിക്കുക. നീ നാളെ കല്യാണം കഴിച്ചില്ലെങ്കിലും തോറ്റുപോകുന്നത് ഈ ഞാൻ തന്നെയാ. ആ കാവേരി ഉണ്ടല്ലോ, അവള് മറ്റാരെയും വിവാഹം കഴിക്കും, കുട്ടികളും ഭർത്താവുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കും. അപ്പോഴും അവൾ എൻ്റെ മുന്നിൽ വന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ മകന് ഒരു ജീവിതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വീണ്ടും ഞാൻ തോറ്റുപോകില്ലേ? ഇത്രയും നാളും നിനക്ക് രാഗിണിയോട് ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ലല്ലോ. കാവേരിയോട് നിന്റെ മനസ്സിൽ എന്ന് പ്രണയം തോന്നിയോ അന്നു മുതലല്ലേ രാഗിണി നിനക്ക് വെറുക്കപ്പെട്ടവളായിട്ടുള്ളത്. അവൾ നിനക്ക് ചേരുന്ന കുട്ടിയാ, നമ്മുടെ കുടുംബത്തിലെ തന്നെ കുട്ടി. നീ അവളെ കല്യാണം കഴിക്കുമെന്ന് വാക്ക് തന്നാൽ മാത്രമേ നിന്നോട് ഞാൻ ഇനി സംസാരിക്കൂ, നിന്നോട് ഞാൻ ക്ഷമിക്കൂ എന്ന് രാജേശ്വരി തീർത്ത് പറയാൻ കേട്ടോ. അപ്പോൾ രാജേശ്വരിയുടെ ഇമോഷണൽ ബ്ലാക്ക്മെയിലൊക്കെ കേൾക്കുന്ന നിവിനാണ് തകർന്ന് തരിപ്പണമായിട്ട് പോവാണ്. അമ്മേ, എനിക്ക് രാഗിണിയുമായിട്ട് ഒത്തുപോകാൻ സാധിക്കില്ല അമ്മേ എന്ന് പറയാം. വേണ്ട, എനിക്കറിയാം നിൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ കാവേരി തന്നെയാണ് എന്ന് തീർത്ത് പറയാം. പെട്ടെന്നൊരു നേഴ്സ് വന്നിട്ട് പറയും, അധികം നേരം പേഷ്യൻറ്റിനോട് സംസാരിക്കേണ്ട, ഇനിയിപ്പം ഇറങ്ങിക്കോളൂ എന്ന് നിവിനോട് പറയാണ്. പെട്ടെന്ന് രാജേശ്വരിയും പറയും, എനിക്കിനി നിന്നോട് ഒന്നും സംസാരിക്കാനില്ല നിവിനെ, നിന്നോട് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും നിൻ്റെ തീരുമാനം കല്യാണത്തിൽ നിന്ന് പിന്മാറാനാണെങ്കിൽ ആയിക്കോ, ഈ അമ്മയെ നീ അങ്ങ് മറന്നേക്കണം എന്ന് രാജേശ്വരി തീർത്തു പറയാം. അപ്പം രാജേശ്വരിയുടെ ഈ തകർന്ന അവസ്ഥ കാണുന്ന നിവിനാണെങ്കിൽ പറയും, ഇല്ല, എൻ്റെ അമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും നേടാനില്ല. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അമ്മ തന്നെയാണ്. അമ്മ പറയുന്ന ആരെയും ഞാൻ നാളെ കല്യാണം കഴിക്കും. രാഗിണിയെ കല്യാണം കഴിച്ചാലേ അമ്മയ്ക്ക് സമാധാനമാകുമെന്നുണ്ടെങ്കിൽ അവളുടെ കഴുത്തിൽ ഞാൻ താലി ചാർത്തും എന്നും പറഞ്ഞിട്ട് നിവിൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പം അത്രയധികം നിവിൻ തകർന്നു പോയിട്ടുണ്ട്. കാരണം നിവിൻ്റെ മുന്നിൽ വേറെ വഴിയുമില്ല. രാജേശ്വരി ആ പറയുന്ന വാക്കുകൾ നിവിനെപ്പോലെ ഒരാൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അമ്മയെ അത്രയേറെ സ്നേഹിക്കുന്ന നിവിൻ അതുകൊണ്ട് തന്നെ വാക്ക് കൊടുക്കുവാണ് കേട്ടോ. എന്തായാലും കാവേരി നോ പറഞ്ഞത് നന്നായി എന്നാണ് കേട്ടോ നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിലും നിവിൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അമ്മയുടെ ഈ വാക്കുകൾക്ക് മുന്നിൽ രാഗിണിയെ കല്യാണം കഴിക്കുക മാത്രമേ നിവിൻ്റെ മുന്നിൽ ഒരു വഴിയുള്ളൂ. എന്തായാലും സ്നേഹതീരത്തും എല്ലാവരും ആകെ സങ്കടത്തിലാണ്. അപ്പോൾ രാത്രി ആർക്കും ഉറക്കമില്ല. എല്ലാവരും നമ്മുടെ ശാരദയുടെ റൂമിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഗംഗയെ അങ്ങോട്ട് വരിക. ആഹാ, എല്ലാവരും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കാം. പെട്ടെന്ന് അച്ചമ്മ ചോദിക്കും, അല്ല വിനീതുമോനെ തന്നെയാക്കി നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കാം. എൻ്റെ പൊന്നെ അച്ചമ്മേ, വിനീതുമോനെ ആരും എടുത്തോണ്ട് പോകില്ല, ഞാൻ അമ്മ ഇവിടെ തനിയല്ലേ എന്ന് ഓർത്തോണ്ടെന്ന് അമ്മയെ നോക്കാനായിട്ട് വന്നതാ, ഇപ്പം തന്നെ തിരിച്ചു പോവുക. അല്ല, നിങ്ങളെല്ലാവരും കൂടി ഇവിടെ എന്തായിരുന്നു ഒരു സമ്മേളനം എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പോൾ കാവേരി പറയും, അമ്മ തനിച്ചല്ലേ ചേച്ചി, അതുകൊണ്ട് അമ്മയെ ഒന്ന് നോക്കിയിട്ട് പോകാമെന്നും കരുതി ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാ. ഇവിടെ വന്നപ്പോൾ ദാ അച്ഛമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്, അച്ഛമ്മയും അമ്മയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക, പിന്നെ ഞങ്ങളും ഇവിടെ അങ്ങ് ഇരുന്നു എന്ന് പറയാം. പെട്ടെന്ന് നമ്മുടെ നിളക്കുട്ടി പറയും, നാളെ നമ്മൾ ഇവിടെ നിന്ന് പോവുക അല്ലേ അമ്മേ എന്ന് ചോദിക്കുക. പാവം, നമ്മുടെ ഈ വീട് പിന്നെ തനിച്ചല്ലേ എന്ന് പറയാണ്. ഈ വീട്ടിലെ ചെടികളും പൂക്കളും ഈ വീടും ആരുമില്ലാതെ മഴയത്തും വെയിലത്തും മഞ്ഞത്തും തനിയെ നിൽക്കണ്ടേ എന്ന് ചോദിക്കാം. നമുക്ക് എത്രയും വേഗം തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു വരണം കേട്ടോ, അല്ലെങ്കിൽ ഈ വീട് ആര് നോക്കും എന്ന് പറയാം. പെട്ടെന്ന് കാവേരി പറയും, അതിന് നമ്മുടെ അച്ഛനുണ്ടല്ലോ, നമ്മുടെ അച്ഛൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാവും, അതുപോലെ ഈ വീടിനെയും ചുറ്റിപ്പറ്റി ഉണ്ടാകും, ഈ വീടും നമ്മളെയും ഒക്കെ നമ്മുടെ അച്ഛൻ നോക്കുമോളെ എന്ന് പറയണം കേട്ടോ. അപ്പം അതെയോ എന്നുള്ള രീതിയിൽ നിള കാവേരി നോക്കുക. അപ്പം നിള തലയാട്ടുവേ. അപ്പം പെട്ടെന്ന് നമ്മുടെ അച്ഛമ്മ ചോദിക്കും, ശാരദേ നിനക്ക് ഓർമ്മയുണ്ടോടി ഈ വീടിൻ്റെ തറക്കല്ല് ഇട്ടത് എന്ന് ചോദിക്കുക. അതൊക്കെ മറക്കാൻ പറ്റുമോ അമ്മേ എന്ന് പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ രാധമ്മ പറയണം, അന്നൊരു നല്ല മഴയുള്ള രാത്രിയായിരുന്നു, ഒട്ടും ഉറപ്പില്ലാത്തൊരു വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്, ഞാനും അരവിന്ദനും അതുപോലെ ഈ ശാരദയും. പെരുമഴയാ അന്ന്, ശാരദയ്ക്ക് ഗംഗയെ വയറ്റിലുള്ള സമയമാണ്. പെരുമഴയത്ത് മഴ മുഴുവനും ഒരു തുള്ളി പോലും പുറത്തു പോകാതെ വീടിനകത്ത് പെയ്യും, അതാ അവസ്ഥ. പെരുമഴയും കാറ്റും മിന്നലും ഇടിയും. ഇവളാകെ പേടിച്ചു. ശാരദ ഇടയ്ക്കിടയ്ക്ക് അമ്മയെന്നും പറഞ്ഞ് ഞെട്ടിക്കരയുമായിരുന്നു. അത് കണ്ട ഞാൻ ഒരുപാട് ഭയന്നു പോയി. ഞങ്ങൾക്ക് രണ്ടാൾക്കും കാവലെന്ന പോലെ അരവിന്ദനും ഉണ്ട്. ഞാൻ ഒരു വിധത്തിൽ ഇവളെ കഥ പറഞ്ഞും ഓരോ കാര്യങ്ങളും പറഞ്ഞും ആശ്വസിപ്പിച്ച് ഉറക്കും. വീണ്ടും അവൾ ഞെട്ടിക്കരയും. ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഗൾഫിൽ നിന്ന് അരവിന്ദൻ പോയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല, ഇടയ്ക്ക് ലീവിന് വന്നതാ അവൻ. ഇവളുടെ അവസ്ഥ കണ്ട അവൻ എന്നോട് പറഞ്ഞു പിറ്റേന്ന് തന്നെ, അമ്മേ നമുക്കൊരു വീട് പണിയണം, അതിന് തറക്കല്ലിടാൻ ഞാൻ പോവാ എന്ന് പറയാം. അപ്പോഴും ഈ വീട് പണി എങ്ങനെയാകുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറയാൻ കേട്ടോ.
ഒരു വീട് വേണം ശാരദെ. നമ്മുടെ മക്കള് വളരേണ്ടത് ഇതുപോലത്തെ അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിലല്ല, നല്ല വീട്ടിൽ തന്നെ എൻ്റെ മകള് ജനിച്ചു വീഴണം എന്ന് അരവിന്ദേട്ടൻ എന്നോട് പറഞ്ഞു. അപ്പോഴും എനിക്കറിയില്ലായിരുന്നു പണം എവിടുന്നാ എന്ന്. അരവിന്ദേട്ടൻ പറഞ്ഞു, എല്ലാം റെഡിയാകും, നീ സമാധാനപ്പെട് ശാരദെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് പ്ലാനൊക്കെ വരച്ചുകൊണ്ട് വരികയും ചെയ്തു. ആ വീടിന്റെ പ്ലാൻ കണ്ടപ്പം ഞാനും അമ്മയും ഞെട്ടിപ്പോയി. അല്ലേ അമ്മേ എന്ന് ശാരദ ചോദിക്കാം. അപ്പൊ രാധമ്മ പറയും, അതെ, ഇത്രയും വലിയ വീട് എങ്ങനെ പണിയുമെന്ന് ഞാൻ അരവിന്ദനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, സമാധാനമായിട്ടിരിക്കുക, എല്ലാം റെഡിയാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വീട് പണിതു എന്ന് ശാരദയും രാധമ്മയും കൂടി പറയാണ്. ഈ വീട് സ്നേഹതീരം ഉണ്ടായി. ഇവിടെ സ്നേഹതീരം എന്ന് അവൻ പേരിട്ടത് ഈ വീട്ടിൽ എപ്പോഴും സ്നേഹം വേണമെന്ന് അവൻ പറയാറ്. എല്ലാവരുടെയും മനസ്സ് നിറയെ സ്നേഹം, പരസ്പര സ്നേഹം. അങ്ങനെ അവൻ ഇതിന് സ്നേഹതീരം എന്ന് പേരിട്ടു എന്ന് രാധമ്മ പറയാൻ കേട്ടോ. അപ്പം അച്ഛമ്മയും അമ്മയും പറയുന്ന കഥ മക്കളെല്ലാവരും കാതോർത്തിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ യമുന പറയും, നമുക്ക് പോകണ്ടായിരുന്നു അല്ലേ എന്ന് ചോദിക്കുക. പോകാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ എന്ന് അപ്പം എല്ലാവരോടും പറയാണ്. പെട്ടെന്ന് രാധമ്മ പറയും, അല്ലെങ്കിലും നമുക്കിനി ഇവിടെ ആരാ ഉള്ളത്? അരവിന്ദൻ പോയില്ലേ? അവൻ പോയതോടുകൂടി ഇവിടെ നിന്നുള്ള സകല ബന്ധങ്ങളും അവസാനിച്ചു. അന്നേ നമ്മളും പോകേണ്ടതായിരുന്നു വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് എന്ന് വേദനയോടുകൂടി പറയാം. അപ്പം ശാരദയും പറയും, അതെ, ഈ വീട്ടിൽ ഇനി നിൽക്കുന്ന ഓരോ നിമിഷവും നമുക്ക് വേദനകൾ മാത്രമേ ഉണ്ടാകുള്ളൂ. മറ്റൊരു നാട്ടിൽ അവിടെയെങ്കിലും നമുക്ക് സമാധാനം കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം എന്ന് പറയാം. ഇടന്ന് നിളക്കുട്ടി പറയും, നാളെ ഈ സമയത്ത് നമ്മൾ വേറെ വീട്ടിലായിരിക്കും അല്ലേ അമ്മേ എന്ന് ചോദിക്കുക. അതെ, നമ്മൾ നാളെ വേറൊരു വീട്ടിലാകും എന്ന് കാവേരിയും പറയാൻ കേട്ടോ. സമാധാനമായിട്ടിരിക്കുക, എല്ലാം നല്ലതിനാകും എന്ന് ശാരദ അപ്പം മക്കളോട് എല്ലാവരോടും പറയാം. അങ്ങനെ അവരെല്ലാവരും സംസാരിച്ച് ആ രാത്രി ഉറക്കമില്ലാതെ നേരം വെളുപ്പിക്കാൻ കേട്ടോ. പിറ്റേന്ന് രാവിലെ തന്നെ പോകാനായിട്ട് ഓരോരുത്തരായിട്ട് റെഡിയായി പുറത്തേക്ക് വരികയാണ്. അപ്പം കാവേരിയെ മാത്രം അവിടെ എങ്ങും കാണുന്നില്ല. ആദ്യം തന്നെ നമ്മുടെ രാധമ്മയും ശാരദയും ഒരുങ്ങിയും പുറത്തേക്ക് വരുന്നത്. അപ്പം രാധമ്മ ചോദിക്കും, ഈ ചെടികളൊക്കെ നോക്കാൻ നീ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ശാരദ എന്ന് പറയാം. ഞാൻ ആ ധന്യോട് പറഞ്ഞിട്ടുണ്ട് വീടും പരിസരവും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന്, ചെടികൾ നനയ്ക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എത്ര ദിവസത്തേക്ക് അമ്മേ? അവരുടെ സ്വന്തമാണോ? അല്ലല്ലോ. അതുകൊണ്ട് അതിനൊക്കെ അത്രയ്ക്ക് ആത്മാർത്ഥതയെ കാണുള്ളൂ. ഒരാഴ്ച വെള്ളം നനയ്ക്കുമായിരിക്കും, അതിനുശേഷം അവർക്കും മടുപ്പ് തോന്നും. ആ ചെടികൾ പോവാണ് പോട്ടെ, എന്താ ചെയ്യാൻ പറ്റുക എന്ന് അപ്പം നമ്മുടെ ശാരദ പറയാം. അപ്പം രാധമ്മ പറയും, അത് നീ പറഞ്ഞത് നേരാ, ഇവിടെ നിൽക്കുന്ന പുൽക്കൊടികളും ചെടികളും ഒക്കെ പോയാലും നമുക്ക് വീണ്ടും അതൊക്കെ ഉണ്ടാക്കിയെടുക്കാലോ എന്ന് പറയാണ്. അല്ലെങ്കിലും മനുഷ്യന്റെ ആയുസ്സും ഇങ്ങനെയൊക്കെ തന്നെയുള്ളൂ, എന്ന് വേണേലും അവസാനിക്കാം. എൻ്റെ അരവിന്ദനില്ലാത്ത ഈ വീട് അതെനിക്ക് നരകം തന്നെയാ ശാരദ എന്ന് വീണ്ടും പറയാം. ആ പോകുന്നത് പോട്ടെ അമ്മേ, നമുക്കിപ്പം മറ്റൊരു നാട്ടിൽ പോയി എന്താകുമെന്ന് നോക്കാം എന്ന് ശാരദ പറയണ. അപ്പം അവർ തമ്മിലുള്ള സംസാരം കേട്ടുകൊണ്ട് സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്ന വിനീത് പറയും, അങ്ങനെ ഒന്നും നശിച്ചു പോകാൻ പോകുന്നില്ല, കടയും വീടും ഈ ചെടികളും ഒക്കെ നോക്കാനേ ഞാൻ സലിമയ്ക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. സലിമയ്ക്ക് കറക്റ്റായിട്ട് തന്നെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റാരെ കൊണ്ടോ ചെടികൾ നനയ്പ്പിക്കുകയും വീട് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തോളും. അതോർത്ത് അമ്മായിയും അമ്മമ്മയും സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല എന്ന് തീർത്തു പറയാം. അപ്പം വിനീതിൻ്റെ ആ ഇടപെടൽ അവർക്കും ഒരു സമാധാനം കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് യമുന ഇറങ്ങി വരികയാണ്. യമുനയ്ക്ക് അല്പം പോലും താല്പര്യമില്ലേ ഇപ്പോഴും പോകാനായിട്ട്. പെട്ടെന്ന് ഇറങ്ങി വന്ന യമുന പറയും, അയ്യോ ഞാൻ എൻ്റെ കോളേജ് ബാഗ് എടുത്തില്ല എന്ന് പറഞ്ഞ് പിന്നിലേക്ക് കയറി പോവാം. അത് കാണുന്ന രാധമ്മ പറയും, എടി ഒരു വഴിക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് കയറുന്നത് എന്ന് വഴക്ക് പറയണേ. ഇപ്പം വരാം അച്ഛമ്മ എന്ന് പറഞ്ഞ് കയറി പോവാം. അങ്ങനെ എല്ലാവരും ഒരുങ്ങി ഇറങ്ങി വരികയാണ്. അപ്പം പെട്ടെന്ന് ശാരദ ചോദിക്കും, അവളെവിടെ കാവേരി? അവളെ മാത്രം കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുക. അപ്പം നീള പറയും, കാവേരി ചേച്ചി അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അമ്മേ, ഞാൻ അവിടെ എല്ലാം നോക്കിയതാ, ഞാൻ കാവേരി ചേച്ചി പുറത്തിറങ്ങി വന്നിട്ടുണ്ടാകുമെന്ന്. പിന്നെ അവളിതെവിടെ പോയി എന്ന് അവർ പരസ്പരം പറഞ്ഞുകൊണ്ട് നിൽക്കാം. പെട്ടെന്ന് ഗംഗയും പറയും, അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, എന്ത് പറ്റി, എന്താ ഇവിടെ സംസാരിക്കുന്നത്, നമുക്ക് പോകാറായില്ലേ എന്ന് ചോദിക്കാം. മോളെ നീ കാവേരി കണ്ടോ എന്ന് ശാരദ അപ്പം ചോദിക്കുകയാണ്. ഇല്ല കാവേരി കണ്ടില്ല, അവളിങ്ങോട്ട് വന്നില്ലേ എന്ന് ചോദിക്കാം. ഇല്ല അവളിതെവിടെ പോയി എന്നും പറഞ്ഞ് പരസ്പരം എല്ലാവരും കാവേരിയെ നോക്കുകയാണ് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും